ഹലോ, അസ്സാം വലൈക്കും. കീ ഷോപ്പ് ഖത്തറിൽ നിന്നാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊറോള 2022 മോഡലിൻ്റെ റിമോട്ട് പ്രോഗ്രാം ചെയ്യുക, കീ ഉണ്ടാക്കുക. കസ്റ്റമർ ഓൾറെഡി റിമോട്ട് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. റിമോട്ട് ഒന്നേ വർക്കിംഗ് ഉള്ളൂ. രണ്ട് ഒറിജിനൽ റിമോട്ടുകളാണ്. ടൊയോട്ടയിൽ ടൈപ്പ് സിസ്റ്റം ഉണ്ട്, അതിൽ പോയിട്ട് റിമോട്ട് സിസ്റ്റം ഉണ്ട്. അതിൽ പോയിട്ട് എന്താക്കുക, കറക്റ്റ് നക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ കറക്റ്റ് ചെയ്താൽ അത് റിമോട്ട് വർക്കാവും. റിമോട്ട് വർക്കായതാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ കീ എന്താക്കുക, നമുക്ക് കട്ട് ചെയ്യണം. കസ്റ്റമറെ കീ കട്ട് ചെയ്യണം. അപ്പോൾ എന്താക്കുക, മെഷീനിൽ പോയിട്ട് മറ്റേ നമ്മളെ കോണ്ടോർ മെഷീൻ കണക്റ്റ് ആക്കുക. നേരെ പോവുക, യൂണിവേഴ്സലിൽ പോവുക, ഡീകോഡ് ചെയ്യുക. അതായത് അതിൻ്റെ കട്ടിങ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ആദ്യം. എന്നിട്ട് അതിപ്പോൾ എന്താവും, മെഷീൻ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്യും. ഇപ്പോൾ അത് സെൻസ് ചെയ്യണമാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ എന്താക്കുക, സെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത് കൊണ്ടുവന്ന ഒറിജിനൽ കീ ഉണ്ടാവുമല്ലോ, ബ്ലാങ്ക് ആയിട്ടുള്ള കീ കറക്റ്റ് പറയുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കട്ടായി വരും. ഓക്കെ, കട്ടായി കൊണ്ടിരിക്കും. കാണേണ്ട മനസ്സിലാവുമായിരിക്കും. സെൻസർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കട്ടാവുള്ളൂ, ഇല്ലെങ്കിൽ എന്താവും, കട്ടിങ് ഫെയിൽഡ് ആയിട്ടാണ് വരിക, എങ്കിൽ വർക്കാവില്ല. സെൻസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്കാവില്ല. ഡസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻസൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ അത് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുന്നത് വ്യൂ ആണ് ഈ കാണുന്നത്. കറക്റ്റ് കട്ടിങ്ങൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്, കറക്റ്റാണ്. നമ്മളെന്താക്കുക, അതിൻ്റെ സെൻസർ മാറ്റി വെക്കണം. അതായത് ഉള്ളിലത്തെ സെൻസർ, ഉള്ളിലൊരു സെൻസർ ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൻ്റെ. ഇപ്പോൾ റിമോട്ട് മാത്രമേ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ, വണ്ടി ഓൺ ആക്കാനുള്ള ചാവി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കണം, അതിൻ്റെ ഉള്ളിലത്തെ സെൻസർ ഇതാക്കി. സെൻസർ വരുന്നത് എന്ന് വെച്ചാൽ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്ഥലം കാണും. ചെറിയൊരു സെൻസർ ഉണ്ടാവും, ഉള്ളിൽ സ്ഥലം ഉണ്ടാവും. ഞാൻ കാണിച്ചുതരാം. അത് ആ ഒരു സ്ഥലത്താണ് സെൻസർ വരുന്നത്. അവിടെ നമ്മൾ എന്താക്കണം, അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി സെൻസർ ഉണ്ട്, അത് എടുക്കണം, പൊട്ടിക്കാതെ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് എന്താക്കുക, പുതിയ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച സെൻസർ എന്താക്കുക, അതിൻ്റെ ഉള്ളിൽ വെക്കുക. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് സെൻസറൊക്കെ കോപ്പി ചെയ്യാണ് ഈ 80 ചിപ്പൊക്കെ ആകുമ്പോൾ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറെ കീഴിൽ നമ്മൾ ഇട്ട് ഇതാക്കുമ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് ഉണ്ടാക്കാൻ. എന്താക്കുക, ഈ ചിപ്പിട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം പ്രസ്സാക്കി ബട്ടൺ ഇടുക. ഹോൾഡിങ് ആവുന്നുണ്ടോ നോക്കണം. എന്നിട്ട് എന്താക്കുക, മറ്റേ ബാറ്ററി ഒക്കെ ഇടുക. ബാറ്ററി ഇട്ട് അതിന് ശേഷം നേരെ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക. കാരണം പെട്ടെന്ന് വീണാലൊക്കെ സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ വേഗം കൊണ്ട് ഓപ്പണായി വരും. അപ്പോൾ ഓപ്പണായി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അറിയില്ല സെൻസർ ഇവിടെ ഉള്ളതെന്ന്, സെൻസറാണ് അത് എന്നൊന്നും അറിയില്ല. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ് വെച്ചിട്ട് കളഞ്ഞിട്ട് ഇത് മാത്രം കൊണ്ടുവരും, സ്റ്റാർട്ടാവണില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മളെന്താക്കുക, സ്ക്രൂ ഒക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താക്കുക, ലോഗോ ഉണ്ടാവും അതിൻ്റെ ബാക്കിൽ, കറക്റ്റ് ലോഗോ നമ്മൾ ഊരിയത് എങ്ങനെയാണോ അങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആയിരത്തിലും റിമോട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ മതി, റിമോട്ട് കൊണ്ടുവന്നാൽ. എല്ലാതും ചെയ്യാൻ പറ്റില്ല, ചിലത് ലോക്ക്ഡൊക്കെ ആയിരിക്കും. ലോക്ക്ഡ് ആണെങ്കിലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതാക്കണേ, സ്റ്റാർട്ടിംഗ് ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. ليش يصور؟